ഓ മൈ ഗോഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ഹോട്ടൽ നടത്തിപ്പിന് കുറച്ചു തുക സ്ത്രീകൾ കടം വാങ്ങിയതാണ് കഥ. അത് കൊടുക്കാതെ വരുമ്പോൾ പണത്തിന്റെ ഉടമ താനാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വാങ്ങാനായി വരികയാണ്. ഏത് രീതിയിലും പണം വാങ്ങാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു വന്നവർക്ക് ഈ ഹോട്ടലിൽ ഒരുക്കി വച്ചിരിക്കുന്ന കെണി എന്തായിരിക്കും? കാണാം വേറിട്ട പ്രാങ്ക് കഥ. പറഞ്ഞല്ലോ കാര്യം എന്താണെന്ന് പറഞ്ഞല്ലോ. കാര്യം പറഞ്ഞു, പക്ഷെ എനിക്ക് പൈസ വേണ്ട. ഇതാരും ഞാൻ പൈസ ഇവളെനിക്ക് ഇത്രയും നാളും പലിശ തന്നുകൊണ്ടിരുന്നോണ്ടാണ് ഞാൻ ഒരു അക്ഷരം പോലും എടുത്തത്. കാരണം എനിക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. എന്റെ പൈസ അവളുടെ ഇത് സേഫാ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്ര കാണുന്നത്. ഞാൻ ഇപ്പൊ അവളോട് പൈസ ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നില്ല നിങ്ങൾക്ക് തന്നെയാവുമ്പോ വേറെ അത് തന്നെ എനിക്ക് അത് അറിയേണ്ട കാര്യം വരുന്നില്ല. ഞാൻ ഇപ്പൊ അവളോട് പൈസ ചോദിച്ചപ്പോഴാണ് അവളോട് പറയുന്നത് ഇന്നാക്ക് കൊടുത്തേക്കോ നീ വന്നേ. ഞാൻ ഞങ്ങൾ തമ്മിലുള്ള പണക്കത്തിന് കാരണമാണ്. ഇപ്പൊ നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിലല്ലേ പൈസ തിരിച്ചു തരാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ 7 വയസ്സുള്ള ഒരു കൊച്ചും 5 വയസ്സുള്ള ഒരു കൊച്ചിനെയും കളഞ്ഞിട്ടാണ് ഞാൻ ഈ ഇറങ്ങിപ്പോയി ഈ പൈസ ഉണ്ടാക്കുന്നത്. രാത്രി 7 മണിയാവും വീട്ടിൽ ചെല്ലാൻ. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അല്ലെ നമ്മളും കഷ്ടപ്പെട്ട് നമ്മളും ഇവിടെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളും. എനിക്കത് യാതൊരു പ്രശ്നമില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യവും വരുന്നില്ല. പക്ഷെ ഇന്നലെ ഇവള് വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി മൊത്തം ഞങ്ങളോട് വഴക്കായിരുന്നു. ഞാൻ എന്തിനാണ് ഇടപെടേണ്ട കാര്യം എന്തോ എനിക്ക് ഇത്രയും ദൂരം ഞാൻ പത്തനാട്ടിനാണ് വരുന്നത്. എനിക്ക് ഇത്രയും ദൂരം ഇവിടെ വരേണ്ട കാര്യം എന്തോ? ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ വർക്കില്ല. നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങളാണ് വന്നിരുന്നത്. നിങ്ങൾ വല്ലോ വാങ്ങിച്ചു കഴിച്ചാൽ നമുക്ക് അതിന്റെ എങ്കിലും പൈസ കിട്ടും. നമ്മൾ പൈസ മേടിക്കുമ്പോഴത്തേക്ക് ഇത് കിട്ടൂല എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ചേച്ചി. നമ്മൾ വർക്ക് വരൂല. അല്ല ഇപ്പൊ നമ്മളിപ്പോ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഹസ്ബൻഡിനെ ഒന്നും വിളിക്കണ്ട, ഞങ്ങൾ തന്നെ സംസാരിക്കും. ഹസ്ബൻഡ് തന്നെ വിളിച്ചാൽ ഇത് തന്നെ പറയാവുള്ളൂ. പൈസ ഇപ്പൊ ഇവിടെ നിന്ന് ജപിച്ചാ ഉണ്ടാവോ പൈസ? ഇതിന്റെ ഇടയ്ക്ക് എന്റെ അച്ഛൻ മരിച്ചു. ഇതിന്റെ ഇടയ്ക്ക് എന്റെ ഹസ്ബൻഡിന് ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ ഇവളോട് 1 രൂപ പോലും ചോദിച്ചിട്ടില്ല. ചോദിക്കുമ്പോഴല്ലേ ഇവൾ ഇങ്ങനെ മാറി മാറി പോകുമ്പോഴേ എനിക്കറിയാം ഇവൾക്ക് എന്തോ ഇതുണ്ടെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഒരു അക്ഷരം പോലും ഉണ്ടാകുന്നത്. നിങ്ങൾ ഇങ്ങനെ കടയിൽ കയറി വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെയല്ല. എന്റെ പേര് പാർവതി. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാൻ ചേച്ചി? നമ്മള് വർക്ക് വരുമെന്ന് പറഞ്ഞല്ലേ മേടിക്കണം. സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ സ്റ്റാഫിന് നിർത്തണ്ടേ? അല്ല അങ്ങനെ ഇല്ലാത്തൊരു കടയിൽ എന്താ 4 സ്റ്റാഫോ ഈ 5 സ്റ്റാഫോ നമ്മള് പറഞ്ഞു വിടാൻ പറ്റുമോ അവരെ പെട്ടെന്ന്? ഒരു സ്റ്റാഫിന് നിങ്ങൾ എത്ര രൂപ കൊടുക്കുന്നത്? അത് കുറച്ച് 15 രൂപയൊക്കെ ആവും. 15 രൂപ. ഇപ്പം എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? 4 പേരെങ്കിലും ഉണ്ട്. 15 രൂപ വെച്ചുണ്ടല്ലോ. എന്തിനു നിർത്തണം? ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച്. നിങ്ങൾക്ക് സാലറി കറക്റ്റ് കൊടുക്കുന്നുണ്ടോ? ഒരാൾക്കൊക്കെ 2 മാസമൊക്കെ പെൻഡിങ് ഒക്കെ ഉണ്ട്. അവര് ത്യാഗത്തിന് നിൽക്കുമെന്ന് ഇവിടെ. ഞങ്ങളുടെ അടുത്ത് അത്രയ്ക്ക് സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും അവര് നിൽക്കുന്നത്. എനിക്ക് എന്റെ പൈസ വേണോടാ. സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് പൈസ വേണം. എന്തായാലും തരാം. ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് പറ്റത്തേ ഇല്ല. എനിക്ക് കിട്ടിയേ പറ്റൂ. കിട്ടിയേ പറ്റൂ. ചേച്ചി ഇവിടെ ഇരുന്നോ? അല്ലാതെ വേറെ വഴിയില്ല. എനിക്ക് പറയാം. ചേച്ചി എന്ത് ഗുണ്ടകളെ വിടുവന്നോ? എന്തിന്? ഞാൻ കേസ് കൊടുത്താൽ തീരാത്ത പ്രശ്നമേ ഉള്ളൂ. എന്തൊന്നും വേണ്ട കേസ് കൊടുക്കും. നിങ്ങൾ എന്റെ പൈസ കൊടുത്തിട്ട് ഞങ്ങളെ പറ്റി എന്തെങ്കിലും തെളിവുണ്ടോ അതിന്? മുടിക്കാട്ടോ. അല്ല ഞാൻ ചോദിക്കുന്നത് വേറെ ആളുടെ പൈസയും കൊണ്ട് നിങ്ങൾ എത്ര നാൾ ജീവിക്കുന്നിടത്തോളം കാലത്തോളം ജീവിക്കും. ചേച്ചി ഞാൻ ചേച്ചിയുടെ അടുത്ത് എന്തോന്ന് പണിയാണുള്ളത്? എന്തെല്ലാം പണികൾ. വേറെ ആളുടെ പൈസ കൊണ്ട് ജീവിക്കുന്നതിനെക്കാട്ട് എന്തെല്ലാം നല്ല പണികളുണ്ട് വേറെ. എടി വീട് അറിയത്തില്ലടി. ഞാൻ ഇവിടെ എടി ഞാൻ പറയട്ടെ, ഞാൻ ഇവരുടെ ചേച്ചിയായിട്ടാണ് കമ്പനി. ചേച്ചി ഞാൻ ഒരുമിച്ച് പഠിച്ചതാ. അന്നേരം എന്നോട് പറഞ്ഞ എടി ഇതുപോലെ റെസ്റ്റോറൻറ്റ് തുടങ്ങുവാണ്, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ കൃത്യമായിട്ട് 5% പലിശ തരുന്നുണ്ട്, തരാമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് എന്റെ കൃത്യമായിട്ട് തന്നിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ എന്ന് വരെ തന്നു? ആ 3 ലക്ഷം തന്നത് വരെ 1 ലക്ഷത്തിന് പലിശയും തരുന്നില്ല, ഒരു സാധനവും തരുന്നില്ല. ഞാൻ പിന്നെ എങ്ങനെ മുതലിനെക്കാട്ടിലും പലിശ കറക്റ്റാ തന്നിട്ടുണ്ടല്ലോ. പിന്നെ നിർബന്ധിച്ചില്ലല്ലോ പൈസ മേടിക്കാനായിട്ട്. പലിശ വാങ്ങിക്കണ കറക്റ്റ് ശരിയാണോ ഇപ്പോഴത്തെ കാലം? സൗണ്ട് കുറച്ചാ മതി. സൗണ്ട് കുറയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ എന്റെ പൈസ പോയത് നിങ്ങൾക്ക് തരണപ്പെടേണ്ട കാര്യം വരുന്നില്ല.
ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ വന്നിരുന്ന സൗണ്ട് വെക്കണേ നിങ്ങൾക്ക് അന്തസ്സായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചാളുടെ പൈസ കൊടുക്കണം. എന്തായാലും ബിസിനസ് നടക്കാതെ തരാൻ പറ്റൂല ചേച്ചി. ചേച്ചി ഇവിടെ ഇരുന്നോ? എനിക്ക് അതല്ല പണി, എനിക്ക് ജോലിയുണ്ട്. എനിക്ക് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനല്ല പണി. ചേച്ചിയില് കുറച്ചു മുമ്പേ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം. ചേച്ചി വിളിക്കും. ചേച്ചി സൗണ്ട് ഉണ്ടാക്കി ഞങ്ങൾക്ക് സൗണ്ട് ഉണ്ടാക്കാൻ കേട്ടോ. നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളല്ല ഡീലുള്ളത് ചേച്ചിയായിട്ടാ. ആ ചേച്ചി വരട്ടെ, ചേച്ചി വന്നിട്ട് സംസാരിക്കും. വരാൻ പറ, ഞങ്ങൾക്ക് പോയിട്ട് വേറെ ജോലി. അല്ല, ഈ ചേച്ചി ഇരുന്നോളാം നേരത്തെ പറഞ്ഞല്ലോ, പിന്നെന്താണ് കുഴപ്പം? അങ്ങനല്ല പാർവതി, എനിക്ക് ഇയാളോട് സംസാരിക്കാൻ ഒന്നുമില്ല. ഇയാൾ ചേച്ചി വിളിക്കേ. മര്യാദക്ക് സംസാരിക്കണേ ചേച്ചി. മര്യാദ ഓർമ്മ അതല്ല, ഒരു കടയാണ്. ഇതെന്തോ പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവാത്തേ? അവിടെ നോക്കാൻ ഒന്നും ഇങ്ങോട്ടൊന്ന് വരുമോ? ഈ കൊച്ചിന് തിരക്കത്ത് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവാത്തതാവുന്ന എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ആ കൊച്ചു നോക്കി നമ്മൾ എന്തിനാ വന്നേത്? ചേച്ചിക്ക് ഇവിടെ ഇരുന്നാ പോലെ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് പൈസ? എടി ചേച്ചി പെട്ടെന്ന് വന്നാണ് ആ 2 പലിശക്കാരികൾ വന്നിരിക്കുന്നത്. ഒന്നുമില്ല ചേട്ടാ, ചേട്ടൻ പൊക്കോ. ഓ, ഒന്നുമില്ല. അല്ല ചേട്ടാ, അവിടെ നോക്കിക്കൊണ്ട് ഞാൻ പറയും, ഇതിന് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്തയാണോ? ഇതാണ് എന്റെ ചേച്ചി ഫ്രണ്ട്. ഇത് രാവിലെ വന്നപ്പോഴുണ്ടായിരുന്നില്ലേ? പിന്നെ എന്റെ കടയിൽ ഞാനല്ല വേറെ ആരെങ്കിലും നിക്കോ? എന്താണ് പ്രശ്നം? എന്താ? എന്റെ പൈസ ഇപ്പം തരും, ഇത്രയുള്ള എന്റെ ചോദ്യം. എന്റെ പൈസ ആന്നാന്ന് എന്നെ കണ്ടോണ്ട് മാറിപ്പോയി. എനിക്ക് അവിടെ പണിയുണ്ട്. എനിക്കിപ്പോ വന്ന് ഇവിടെ എപ്പോഴും നിൽക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ജോലിയൊന്നും ഇല്ലേ? ഞാൻ എത്ര ദിവസം നിന്നെ വിളിച്ചു? നമ്മളെ കടയിൽ വന്നിരുന്ന ഭയങ്കര ബഹളമാണ്. പലിശക്ക് കേസ് കൊടുത്ത ഇവര് കുടുങ്ങൂല. തെളിവുണ്ട് എനിക്ക്. നിങ്ങൾക്ക് പൈസ തന്നതിന്റെ തെളിവിരിപ്പുണ്ട്. എന്താണ് തെളിവുള്ളത്? നിങ്ങൾ അന്ന് ഞാൻ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് നടത്തിയേ? അല്ല, കയ്യിലാണ് കൊണ്ടുതന്നത്. ഓ, നിങ്ങൾ അങ്ങോട്ടാണ്. നിങ്ങൾ ഭയങ്കര 4 ലക്ഷം രൂപ തന്നു. 6 മാസം വരെ 4 ലക്ഷത്തിന്റെ പലിശ കൊടുത്തു. 5 രൂപ പലിശക്കാണ് എനിക്ക് തന്നത്. 3 ലക്ഷം രൂപ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു. പിന്നെ ഇനി 1 ലക്ഷം രൂപയാണ് ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ 2 മാസമായിട്ടാണ് പലിശ മുടങ്ങിയിട്ടുള്ളത്. 1 ലക്ഷം രൂപയുടെ പലിശ മുടങ്ങിയിട്ടുള്ളത്. തങ്കച്ചി, ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഈ പലിശ മുടങ്ങിയതിന്റെ എനിക്ക് മഞ്ജു പലിശ മുടങ്ങിയിട്ടില്ല. എന്റെ കയ്യിൽ നിന്നാണ് 1 ലക്ഷം രൂപ വാങ്ങിച്ചത്. എന്റെ കയ്യിൽ നിന്ന് പലിശ മുടങ്ങിയിട്ടില്ല. ഞാൻ 5 രൂപ പലിശക്ക് ഇത്രയും ഞാൻ എനിക്ക് ഇപ്പൊ തരുന്നില്ല. നിങ്ങളോട് അങ്ങോട്ട് വന്ന് നമ്മൾ പറഞ്ഞല്ല നിനക്ക് പൈസ വേണോ എന്ന് ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാള് കറക്റ്റ് പലിശയല്ലേ കൊടുത്തത്? എനിക്ക് അറിയേണ്ട കാര്യമുണ്ടോ? നിന്റെ അടുത്ത് ഞാൻ നിന്റെ മേടിച്ചിട്ടുള്ളൂ. നീ എന്തിനാണ് വല്ലവരെയും വിളിച്ചോണ്ട് ഇവിടെ കടയിൽ ഇരിക്കുമെന്ന് നാളെ തൊട്ട് വേറെ ആൾക്കാർ ഇവിടെ പണിക്കാറില്ല, ഇവിടെ കയറി. അതാണ് നിനക്ക് ഇത്രയും കച്ചവടം ഉണ്ടായിട്ട് സംസാരിക്കാൻ. ഇത് നിങ്ങളുടെ ചേച്ചിയല്ലേ? നിങ്ങൾക്ക് ഇവർക്ക് നിങ്ങളെങ്കാട്ട് വിവരത്തിലാണ് അവർ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങളെങ്കാട്ട് വിവരത്തിലാണ് അവർ സംസാരിക്കുന്നത്. അത് അറിഞ്ഞൂടാത്തോണ്ടാണ് യഥാർത്ഥ സ്വഭാവം കേട്ടോ. കുറച്ച് കഴിയുമ്പോ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഞാൻ എന്തോ ചെയ്യണ്ടേ? നീ പറഞ്ഞു ഇവിടെ വന്നിരുന്നെന്നും പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പൊ കച്ചവടമുള്ള ഇപ്പതാ ഒരു വണ്ടി ആള് വന്നിട്ട് പോയതേ ഉള്ളു ഈ ബഹളം കാരണം. ഞാൻ പറയാണ്, ഇവിടെ ആരും ഇല്ല, കണ്ടല്ലോ നിങ്ങൾ ഇനി വല്ലതും കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പൈസ കിട്ടാനെന്ന്. എനിക്ക് എന്റെ അടുത്ത് ഇവിടെ വന്നിരുന്ന ഈ കഥയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ കുടുംബ പോകും കേട്ടോ. നിങ്ങളുടെ കുടുംബ കഥയൊന്നും എനിക്ക് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെയൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. വന്നപ്പോ തൊട്ട് അച്ഛന്റെയും ഭർത്താവിന്റെയും കഥ പറഞ്ഞു. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതി, നമ്മളടുത്ത് പറയണ്ട. ഞാൻ പറയട്ടെ, തന്റെ മേടിച്ചു തരുന്നു പറഞ്ഞു, താനുമായിട്ട് കണക്ട് ചെയ്തോ അല്ല നമ്മൾ പൈസ മേടിച്ചിട്ടുള്ളത്. പക്ഷെ നീ എന്തിനാണ് ഈ വ്യക്തിനെ വിളിച്ചോണ്ട് എന്നോട് പൈസ ചോദിച്ചപ്പോ ഞാൻ ധന്യ എന്ന് പറയുന്ന വ്യക്തി വിളിച്ചോണ്ട് അവരുടെ പൈസ കൊടുക്കാൻ? നീയാണോ എന്റെ പൈസ മേടിച്ച്? പലിശ തന്നത് ഇന്ന് വരാൻ പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു. അത് എവളായിരിക്കും പറഞ്ഞിട്ടുള്ളത്? ഇന്നലെയും വന്ന് വഴക്കുണ്ടാക്കിയല്ലേ? ഇന്നലെ എനിക്ക് സമയമില്ലായിരുന്നു. പിന്നെ നീ എന്താണ് ഇന്നലെ പുറത്തറ വരാഞ്ഞേ? ഞാൻ പറയാം, എന്റെ അനിയത്തി അത് നീ സംസാരിക്കേണ്ട കാര്യമില്ല. അവളെ വിവരക്കേടും വിവരമില്ലായ്മ ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഞാൻ പോയിട്ടില്ല, ഞാൻ പഠിത്തം നിർത്തി. എന്തൊരു മീനൊക്കെ പിടിക്കാൻ പോയാ? ഞങ്ങൾക്ക് പൈസ തരണ്ടേ? ഇന്ന് ജോലി ഇല്ലായിരുന്നാ? ഉണ്ട്, ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട് വെച്ചു. ഉറക്കം ഇന്ന് നൈറ്റ് മൊത്തം ഇരുന്ന് മീൻ പിടിച്ചു. അവിടെ കൊടു.
മനസ്സിലായില്ലേ? ബുക്ക് കൊണ്ടുവന്നാ 500 രൂപ കുറവുണ്ട് 500 രൂപ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുവരാം. അപ്പൊ പിടിച്ച മീന് വെച്ചിട്ട് പോ കേട്ടോ. 500 രൂപ കുറവൊന്നും പറ്റത്തില്ല. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ കറക്റ്റ് പൈസ എത്തിക്കണോന്ന് ഇവിടെ. ഇല്ലടി ചേച്ചി അയാളൊരു 500 രൂപ വെച്ചിട്ട് പോവാൻ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ തരാറുണ്ട്. ഞാനേ പിള്ളേർക്ക് മീനെ ഇത് വാങ്ങിച്ച് നാളെ കാപ്പി ഈ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. ഈ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. 500 രൂപയും കൊണ്ട് അപ്പൊ ഫോൺ തരാം. ചെല്ലു പോയിട്ടോ പോയിട്ടോ. താജി എനിക്ക് ആരെങ്കിലും പൈസ വിളിച്ചെങ്കിൽ മറിക്കണ്ടേ. നിങ്ങൾ എന്തിനാ വന്നേ? എനിക്ക് 1 ലക്ഷം രൂപ തരാറുണ്ട് ഇതുവരെ. അല്ല 1 ലക്ഷം നിങ്ങളെ വാങ്ങിച്ചാ? കള്ളികളെന്ന് പറഞ്ഞാൽ പൂലോ കള്ളികൾ അതൊക്കെ പൈസ വാങ്ങിച്ച് തിരിച്ചു നമ്മളെ ഞാൻ 4 ലക്ഷം രൂപ വാങ്ങിച്ച് 17 എൻ്റെ പലിശ കൊടുക്കണം. ഇത് നമ്മളെ ആരെയൊക്കെ വാങ്ങിച്ചിട്ടേ ഭയങ്കര മറിച്ചാണ്. 10 രൂപ 15 രൂപ പലിശ. ഞാൻ നിവർത്തിയോട് ഒന്നും കൊച്ചിന് സുഖമല്ലായിരുന്നപ്പോൾ വാങ്ങിച്ചത്. ഒരു ഏറ്റവും വലിയ സംഭവം എന്നറിയാം, ഒരു സാധനം ഒരു 4 ലക്ഷം ഞാൻ വാങ്ങിച്ചു. ഇത് ഞാൻ കൊടുത്ത് തീർന്ന് പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും ആവശ്യം വരും. അത് അങ്ങനെയാണ്, അച്ചട്ടാണ്. എന്തൊരു ശുദ്ര ചെയ്ത് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആ ഇളയ പെണ്ണ് വെളുത്ത പെണ്ണില്ലേ അവളെത്ര അങ്ങനെ ഓ അതാ അവളാ വെളുപ്പമുള്ള കച്ചട കേസാണ്. കച്ചട 2 എണ്ണം സത്യം പറയാ. ഇവിടെ കല്യാണം ആയാലും വന്നാൽ ഇവളെ പേരെയൊക്കെ വന്നാലും ഇവിടെ ആരും ഇവളെ ഒറ്റ ഇവർ 2 എണ്ണത്തിൻ്റെ നാടെന്ന് പറഞ്ഞ് പെണ്ണ് കൊടുക്കില്ല. ഉച്ചയ്ക്ക് അപ്പം 2 മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്നില്ലേ ഞാൻ വീട്ടിൽ വരും. വീട്ടിലൊന്നും വേണ്ട. കൊള്ളാം കേട്ടാ. 1 ലക്ഷം രൂപ തരാനുള്ള ഞാൻ വേണ്ടി കുഴപ്പമില്ല, നമുക്ക് പോകാനും പറ്റും. കടയിൽ വന്ന ഒരു മര്യാദയുണ്ട്, മാന മര്യാദയും വേണ്ടേ. നിനക്ക് മര്യാദ. കാണിച്ച മര്യാദയാണ്. അയാൾ 500 രൂപ നിങ്ങൾക്ക് തരാവുള്ളൂ. എന്നിട്ട് നീ ഫോൺ മേടിച്ചു വെച്ച് അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ 1 ലക്ഷം രൂപ മനസ്സിലായോ? അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ടോ? നീ 1 ലക്ഷം നീ എന്താ പറഞ്ഞേ? ഉച്ചയ്ക്ക് ശേഷം കൊണ്ട് തന്നില്ലേ വീട്ടിൽ വരുമെന്ന്. അതിനപ്പുറം എന്തോ വേണ്ടേ? ഞങ്ങള് നമ്മുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. മനസ്സിലായോ? പൈസ തന്നിട്ട് ഞങ്ങൾ വരുവോ? ഈ 500 രൂപന് തരാൻ പറ്റും, ഈ 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാൻ പറ്റൂല. അതാണ് കാര്യം. അതാ നിങ്ങളും അയാൾ നമ്മളെ വ്യത്യാസം. ശരി, ആ മനുഷ്യൻ 500 രൂപ തരാൻ വേണ്ടിട്ട് നിന്ന് കെഞ്ചുന്നത്. അവൻ തരും, തന്നില്ലെങ്കിൽ കൊടുക്കാൻ അറിയാം. കിട്ടാനുള്ള പലിശ എല്ലാം കൂടെ ചുരുട്ടി കൂട്ടിയില്ല. പറയാനുള്ളത് വാ തുറന്ന് പറ. എവിടെ ഇരിക്കണം ആലോചിക്കണം പറയുമ്പോ. അത് നിങ്ങൾ വരുത്തിയതാ. നിങ്ങൾ വരുത്തിയതാ. ഓ വരുത്തിയത് തന്നെ. വരുത്തി കാര്യം പറഞ്ഞോ പിന്നെ പൊയ്ക്കൂടെ? പിന്നെ എന്തിനാണ് ഇങ്ങനെ വലിഞ്ഞേറി ഇരിക്കുന്നത്? വലിഞ്ഞേറി എന്തിനാണ് ഇങ്ങനെ ഞാൻ ഇരിക്കുന്നത്? വലിഞ്ഞേറി വന്നതല്ല. പൈസ അങ്ങ് പോയേക്കാ. നീ പൈസ തരുന്നില്ല. അപ്പൊ ഇവിടെ ഇരിക്കോ? നമ്മൾ കട അടച്ചാലും ഇരിക്കോ ഇവിടെ? ഓ ഇരിക്കട്ടെ, അപ്പൊ ഇരുന്ന കട അടയ്ക്കാം. ഇവിടെ ഒരു വാച്ചറിന്റെ ആവശ്യമുണ്ട്. അതെ, രണ്ടുപേരും ഇവിടെ ഇരുന്നാ മതി. കാരണം എന്റെ പൈസയാണല്ലോ, കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ പൈസയാണ്. അത് നമുക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ ആരെങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കണ്ടു പറയേണ്ട ആവശ്യം. ശരി, നിങ്ങളെ കൂട്ടുകാരിക്ക് നിങ്ങൾ കൊടുത്തെങ്കിൽ കൂട്ടുകാരിയിൽ നിന്നാണ് മേടിക്കേണ്ടത്. മനസ്സിലായോ? അല്ല ഇവിടെ ഒന്ന് കുത്തിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവൻ പോണില്ലേ? നീ പോണില്ലേ? നീ പോണ ഇവരോടെ ഇരിക്കുന്ന എനിക്ക് അപ്പുറത്തോട്ട് ഇരുന്നോ? വഴി കാണുന്നവരെല്ലാം ഇപ്പൊ ചോദിച്ചു കേട്ടില്ലോ, നീ പോകുന്നു ഇവരുടെ കൂടെ. അത് തന്നെ. അല്ല അവൻ പോണില്ല. നിങ്ങളോട് കഥ പറഞ്ഞോണ്ടിരിക്കുവല്ലായിരുന്നു. അനാവശ്യം കഥകളൊക്കെ പറഞ്ഞു തീർന്നില്ലേ? ഇനി തരാവേ. ഇനി നിനക്ക് പൈസ ചോദിക്കുമ്പോഴൊക്കെ തരാവേ. മര്യാദക്ക് നാളെ തന്നെ മുതലും എല്ലാം കൂടെ ഇങ്ങോട്ട് തന്നോളാം. പിന്നെ ഇത്ര നീ കഥ പറഞ്ഞില്ലേ? എന്ത് പറ്റി നിക്കുന്ന എന്താ? അടുത്തോട്ട് കുറച്ചുകൂടെ അടുത്തോട്ട് ഇല്ലേ? ഞാൻ എന്റെ അടുത്തല്ല നിക്കുന്നത്. അതിനെ എന്റെ അടുത്തല്ല നിക്കുന്നത്. എന്റെ അടുത്തല്ല നിക്കുന്നത്. നിങ്ങളുടെ അടുത്താണ് നമുക്ക് കയറി കയറി നിൽക്കുന്നത്. അതെ, ഭയങ്കര അന്തസ്സാണല്ലോ. എന്നെ എടി പൊടിന്ന് വിളിക്കരുത്. ഞാൻ എന്തോന്ന് വിളിച്ചു? നീന്ന് വിളിച്ചാൽ മതി. ഒറ്റൊരുത്തനാണ് ഇവിടെ നിന്ന് 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 നിനക്ക് എന്താ? നീ നിന്റെ കാര്യം നോക്കി പോടാ. നീ പൈസ ചോര്. ആ ചൂണ്ട. നിന്റെ സ്വഭാവം നീ പറയല്ലേ. ഞാൻ അവന്റെ അടുത്ത് ചേർന്ന് അങ്ങോട്ട് പോവേല. എനിക്ക് എന്റെ പൈസ വേണം. അത് മനസ്സിലായി വന്നിരുന്നപ്പോഴേ സമനില തെറ്റാണോ? നിങ്ങൾക്ക് അതൊക്കെ പറയാം. കരുത് വേറൊരാളുടെ പൈസയാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തമാശയായിട്ട് ഇതെല്ലാം കാണാം. പക്ഷെങ്കിൽ എന്റെ പൈസ നഷ്ടപ്പെട്ടേക്കുന്നു. അപ്പൊ എനിക്കേ വിഷമം ഉണ്ടാവത്തുള്ളൂ. ഇത് ചെയിനാണ് കേട്ടാ സംഭവം. ഇവരുടെ പൈസ അല്ലെന്നിപ്പം. ഞാൻ അങ്ങനെ പറഞ്ഞോ? കുഴപ്പമുണ്ടോ? ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? നിങ്ങളിപ്പോ അങ്ങനെയല്ലേ പറഞ്ഞു? അങ്ങടെ പൈസ അല്ല എന്ന് നിങ്ങളുടെ പൈസ അല്ലെന്നാ പറഞ്ഞേ. എനിക്ക് തമാശ പറയാൻ ഒക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നിന്റെ കൂട്ടുകാരി വിശ്വസിച്ചല്ലേ താൻ കൊടുത്തത്? കൂട്ടുകാരിന്ന് വേടിയില്ലേ?
ഇവിടെ ഇപ്പൊ ആൾക്കാർ വരും ഫുഡ് കഴിക്കാനായിട്ട്. ഇപ്പൊ കച്ചവട സമയമാണ്. എനിക്ക് പൈസ കിട്ടിയെങ്കിൽ നിങ്ങൾ 1 ലക്ഷം ഇല്ലെങ്കിൽ എനിക്ക് പകുതി നിങ്ങൾക്ക് തന്നേ ഒക്കത്തുള്ളൂ. കുഴിച്ചെടുക്കും. എന്റെ കുഞ്ഞെ എനിക്ക് അത് ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ കയറാൻ ഒക്കത്തുള്ളൂ. ഞാൻ എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ചോണ്ട് കൊടുക്കണം. കാര്യം എന്റെ പൈസയാണ് ഇവിടെ പലിശ കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് എന്തോ പലിശക്ക് കൊടുത്തേക്ക് വന്ന ഇപ്പൊ പുള്ളിക്ക് അത്യാവശ്യം പൈസ വന്നു. എന്നോട് പറഞ്ഞേക്കുന്നത് എന്റെ ഗോൾഡും അതും ഇതും എല്ലാം എടുത്ത് ഈ പൈസ കൂടെ കൊടുക്കുന്ന പറയുമ്പോൾ ഞാൻ എവിടെ എടുത്തിട്ട് കൊടുക്കും? അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങോട്ട് മാറിക്കൊണ്ടേ അവ അങ്ങോട്ട് അടുത്തോട്ട് കേട്ട് അവ തലകുലുക്കി കുലുക്കി കയറല്ലേ ചെല്ലി. നിങ്ങൾ അനാവശ്യം പറഞ്ഞു. നമ്മുടെ ചേച്ചി അവർക്ക് നമ്മൾ കഷ്ടപ്പെട്ടില്ല ജീവിക്കണം. ആ ചേച്ചിയുടെ കഷ്ടപ്പാട് ഞാൻ കഷ്ടപ്പാടെങ്കിൽ അകത്തോട്ട് നിന്ന് കേട്ടോ കഷ്ടപ്പാട്. നിങ്ങൾ നമുക്ക് പൈസ തന്നിട്ട് നടന്ന് പറഞ്ഞ നമുക്കറിയാല്ല. അവർക്ക് കൊള്ളാൻ കുടിക്കുക, അവർ കൊണ്ടുപോട്ട് അവർ ജീവിക്കാൻ വേണ്ടി അവർ ജീവിക്കണം. നിങ്ങളെ പോലെ അല്ലേ? നീ എനിക്ക് പിന്നെ അത് പകുതിയെങ്കിലും കൊടുത്താൽ എനിക്ക് പറയാം. അവള് ബാക്കി പകുതി അവൾ എന്തെങ്കിലും എനിക്ക് അത്യാവശ്യം പറയാം അവളോട്. പകുതി തരൂ. പകുതി തരും തരാതെ. ഓ ഒരു 50 എടുത്തു അവൻ മീൻ എടുക്കാനായിട്ട് ഒരു 50 എടുത്തോട് 55 വൈകുന്നേരം ഞാൻ കൊണ്ട് ഇട്ട് തരാം. ഇപ്പൊ തരാം. രാവിലെ വിളിച്ചവൻ തരാന്ന് പറഞ്ഞ രാവിലെ. അതെ ഞാൻ തരാം. പക്ഷെ അവൻ ഇപ്പൊ മീൻ എടുക്കാനുള്ളത് 55. അതെ ഞാൻ ഇട്ട് തരാം. ഞാൻ ഇട്ട് തരാം ചെല്ലേ. രാവിലെ 5 മണിക്ക് വിളിച്ച് എന്തെന്ന് പറഞ്ഞു വന്നത് ചേട്ടാ അവിടെ പൈസ ഇല്ല. ആധാറും പിന്നെ എഗ്രിമെന്റും. അവൻ പൈസ വാങ്ങാൻ അവനാണ് ഇതിന്റെ ഡീലർ വാങ്ങിച്ചു കൊടുക്കുന്നത്. നിന്റെ ആധാന്റെ ഇത് വായിക്കുന്നു ഒരു എഗ്രിമെന്റ് അങ്ങനെയൊന്നും പറ്റൂല. അപ്പൊ ഇട്ട് തരണം. ബാക്കി ഞാൻ ഉദ്ദേശിച്ച് തരുന്നു. വൈകുന്നേരം 55 ഏറ്റല്ലേ വൈകിട്ട് എപ്പോഴേ തരും? വൈകുന്നേരം 6 മണിക്ക് 5 മണിയൊക്കെ ആകുമ്പോ തന്നു. എത്ര? 6 മണിക്ക് തരാം. വൈകിട്ട് കൊടുക്കുന്നതിന് പൈസ ആധാറുണ്ട് അത് 50,000 കയ്യായിട്ടുണ്ട് വൈകിട്ടാകുമ്പോൾ പൈസ എടുത്ത് എണ്ണി കൊടുക്കും. വേഗം അവിടെ സമയം നിങ്ങൾ അവർക്ക് കാപ്പി കുടിക്കാം. കാപ്പിയൊക്കെ കൊടുത്തു. വള്ളിക്കെട്ട് വന്നിരിക്കുന്നു. വള്ളിക്കെട്ടാ? എന്തോ വള്ളിക്കെട്ട്? പള്ളിക്കെട്ടൊന്നും അല്ല ചേട്ടാ. ഞങ്ങളുടെ 1 ലക്ഷം രൂപ മേടിച്ചിട്ട് ആ കൊച്ചു തരുന്നില്ല. അതിനാ സാധാരണ എവരാണ് അങ്ങോട്ട് പൈസ കൊടുക്കുന്നത്? നിങ്ങൾ അവരെയൊന്നും വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഗതിയോട് വന്നാൽ ഇല്ല. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ കാര്യമാണ്. എന്റെ 4 ലക്ഷം രൂപ ഈ കട തുടങ്ങാൻ മേടിച്ചതാ. 3 ലക്ഷം രൂപ അവള് തിരിച്ചു തന്നു. 1 ലക്ഷം രൂപ ഇതുവരെ തന്നിട്ടില്ല. ഇതൊക്കെ ഒരു വർഷം മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ 50,000 പെട്ടെന്ന് നിങ്ങൾ എടുക്കി. പൈസ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഗതി പിടിച്ചോളാം. തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ പൈസ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോ. ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് ഇരുന്നോ. നിങ്ങൾ എത്ര നേരം ഇരിക്കുമെന്ന് നമുക്ക് കാണാനല്ല. നിനക്ക് അവർക്ക് കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് തരാൻ പൈസ ഇല്ലാത്ത ഞങ്ങളുടെ ഇഷ്ടം. കൊടുക്കും കൊടുക്കാതിരിക്കുക എന്നുള്ള ഞങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല. അതുപോലെ നിങ്ങളുടെ കുടുംബം അത് ഇവിടെ ഒന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ എനിക്ക് പൈസ തരാതെ പോകാൻ പറ്റത്തില്ല ചേട്ടാ. നീ എല്ലാരും പിടിച്ചു വെച്ചേ. ഇറങ്ങടാ ഇറങ്ങ ചൂണ്ടയിൽ ഇറങ്ങ. കൊറേ നേരം കൊണ്ട് പറയുന്നു. ഇറങ്ങ് എവനെ അങ്ങോട്ട് പിടിച്ചു ഇറക്ക്. എവനെ അങ്ങോട്ട് പിടിച്ചിറക്കാൻ. നീ പൈസ കൊടുത്താ? നിന്റെ പൈസ ഇപ്പൊ തരാം. നീ പോ. ഇവരൊക്കെ പറഞ്ഞു വിടാം. ആൾക്കാർ പിന്നെ ഇവിടെ മൊത്തം വന്ന ആൾക്കാരുണ്ട്. അവിടെ ഇവിടെയൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര നേരം ഇവിടെ വന്ന് ഇരിപ്പായിട്ട്? ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞില്ല. 1.5 മണിക്കൂർ മണിക്കൂറൊക്കെ ഇവിടെ ഇറങ്ങുന്നില്ല. നീ പൈസ ഇറങ്ങി ആവശ്യമില്ല. ആണുങ്ങൾ ദേഹത്ത് കൈ വെക്കുന്നത് ശരിയില്ല. നിങ്ങൾ ഇറങ്ങി. എന്തോന്ന്? എനിക്ക് 19,000 ഇവിടെ വാങ്ങിച്ചോണ്ട് പോകണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൈ വെക്കുന്നു. അല്ല വേണ്ടി വന്നാൽ ചിലപ്പോൾ കൈ വയ്ക്കും. വേണ്ടി വന്നാൽ ആണുങ്ങൾ കൈ വെച്ചെന്ന് പറയരുത്. പൈസ കൊടുക്കാൻ പൈസ എല്ലാവരും കൊടുക്കാലോ. ഇറങ്ങിപ്പോ ഒരു പൈസ തരുന്നില്ല. പോ അടിച്ചളയോ നിങ്ങൾ. ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെന്നറിയാം. ഭയങ്കര മാന്യത കണ്ടപ്പോ മനസ്സിലായി. എന്താ മാന്യത? നിങ്ങൾക്ക് പലിശ എല്ലാം അവർ തന്നിട്ടുണ്ടല്ലോ. അവരിപ്പോ എന്റെ അടുത്ത് അകത്ത് വിളിച്ച് പറഞ്ഞു എല്ലാ പലിശ തന്നിട്ട് നിങ്ങളെ പൈസ വാങ്ങിച്ചെങ്കിൽ നിങ്ങൾ ഇനി അടിച്ചു വാങ്ങിച്ചാൽ മതി. പൈസ തരുന്നില്ല. തെളിവല്ലോ ഉണ്ടാ? ഒരു തെളിവില്ല. നിങ്ങളെ പൈസയാണോ അവരെ പൈസയാണോ? അവക്കടെ പൈസ. ആ അപ്പൊ നിങ്ങൾ സംസാരിക്കും. നിങ്ങളെന്തിനാണ് സംസാരിക്കണം? അവര് സംസാരിക്കട്ടെ. നിങ്ങളെ പൈസ എന്താണ് പ്രശ്നം? പൈസ തരാൻ പറ്റൂല. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യണം? പൈസ വാങ്ങിക്കോ? നിങ്ങൾ എവിടെ നിന്ന് പൈസ വാങ്ങിക്കും? പേട്ടയിൽ വരണം. കൗമുദി ഇവിടെ ഓഫീസിൽ വരണം. എന്നിട്ട് 1 ലക്ഷം രൂപയുടെ മുതൽ പൈസയും ചേർത്ത് വാങ്ങിച്ചു വേണം. മനസ്സിലായോ? അതിന് ശേഷം സംസാരിക്കും.
അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലട എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഋഷി ഗോപാലിൻ്റെ വയലോരം ഭക്ഷണശാല, കിഴക്കേ കല്ലടയിലുള്ള വയലോരം ഭക്ഷണശാലയുടെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഇതുവഴി പോകുന്നവർ നമ്മൾ ഇവിടെ ഇറങ്ങുക, വയലോരം മറക്കണ്ട, കിഴക്കേ കല്ലട. അപ്പോൾ ഒരുപാട് സന്തോഷം. കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടും സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസാണ്. മെൻസ് വേൾഡ് ബാലരാമപുരം എന്ന നെയ്യാറ്റിൻകരയും ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.